ശ്രീ തോബിയാസ് ചേരുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി പുന്നപ്രയിൽ KSEB ഓഫീസിൽ പ്രതിഷേധിക്കാനെത്തിയ നാട്ടുകാരുടെ പ്രതിനിധിയാണ് ശ്രീ തോബിയാസ്. ശ്രീ തോബിയാസ്, എന്തുകൊണ്ടാണ് ഒരു പ്രതിഷേധത്തിലേക്ക്, കാരണം സ്വാഭാവികമായി സംഭവിക്കുന്നതാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇടയ്ക്ക് ഇതൊക്കെ അനുഭവിക്കാറുണ്ട്. നല്ല ഉഷ്ണമുള്ള രാത്രികളിലാണെങ്കിലും ചിലപ്പോൾ കറണ്ട് പോകും, എഴുന്നേറ്റിരിക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ നാട്ടുകാർ സംഘടിതമായ പ്രതിഷേധത്തിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര സ്വാഭാവികമല്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്? ഞങ്ങൾ ഈ തീരുമാനം കൈക്കൊണ്ടത്, മധു കേൾക്കുന്നുണ്ടോ? കേൾക്കാം എനിക്ക്. ഞങ്ങൾ ഈ തീരുമാനം കൈക്കൊണ്ടത് കഴിഞ്ഞ ഒരാഴ്ച കാലമായി പുന്നപ്ര KSEBയുടെ പരിധിയിലുള്ള പ്രത്യേകിച്ച് തീരപ്രദേശ മേഖല എന്ന് പറയുമ്പോൾ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ 1, 17, 14, 15 വാർഡുകളും അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിന്റെ ചില വാർഡുകളും ചേർന്ന പ്രദേശങ്ങളിൽ ഈ ഫീഡറുകളിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് ഇതിനകത്ത് വൈദ്യുതി തകരാറുണ്ടാകുന്നതെന്നാണ് KSEBക്കാർ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഇവർ അപ്രഖ്യാപിതമായിട്ട് വൈദ്യുതി കട്ട് ചെയ്യുകയാണ്. രാത്രി 1 മണിക്ക് ശേഷം നേരം വെളുത്ത് 7 മണി വരെ സമയം വരെ ഈ കൊടും ചൂടിൽ ഇവർ വൈദ്യുതി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ ഈ സമരത്തിലേക്ക് പോകാനുണ്ടായ കാരണം ഇന്ന് നീറ്റ് പരീക്ഷയാണ്. നമുക്കറിയാമല്ലോ, 100 കണക്കിന് കുട്ടികളാണ് നീറ്റ് പരീക്ഷ എഴുതുവാനായിട്ട് കാത്തിരിക്കുന്നത്. ആ കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതുവാനായിട്ട് തലേ ദിവസം നന്നായിട്ട് ഉറങ്ങി അവർ പ്രയത്നിച്ചിട്ട് വേണം ഇന്ന് പരീക്ഷയ്ക്ക് എഴുതുവാൻ. ആ കുട്ടികൾക്ക് ഇന്നലെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ഇന്നലെ 11:45 കറണ്ട് ചെയ്യുന്നത്. ആ കറണ്ട് കട്ട് അനുഭവിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഇവർ വൈദ്യുതി വിച്ഛേദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരപ്രദേശ മേഖലയിൽ ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുന്നത് കൊണ്ട് ജനങ്ങൾ ആരും വീട്ടിൽ കിടക്കുന്നില്ല. അപ്പൊ ആ ജനങ്ങൾ വീട്ടിലും കിടക്കുവാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ വൈദ്യുതി തകരാറ് കൊണ്ട് കൃത്യമായ രീതിയിൽ നമുക്ക് പോകാനും കഴിയുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നലെ ഒരു 10-70ഓളം ചെറുപ്പക്കാർ സംഘടിതരായിട്ട് മുന്നോട്ട് വന്നിട്ട് KSEB പുന്നപ്ര ഇലക്ട്രിസിറ്റി ഓഫീസ് ഉപരോധിക്കാനുണ്ടായിട്ടുള്ള തുടർച്ചയായ ദിവസങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് KSEBയിൽ ഇത് അറിയിക്കുകയോ പരാതി പറയുകയോ ചെയ്തിരുന്നോ? എന്താ അവരുടെ സമീപനം? കൃത്യമായ രീതിയിൽ ഞങ്ങൾ ഫോൺ ചെയ്ത് എന്താണ് ഇതിന്റെ കാരണങ്ങൾ ചോദിക്കും. പക്ഷെ റിസീവർ അവർ എടുക്കാറില്ല, കൃത്യമായിട്ട് ഇത് എടുക്കാറില്ല. ഓക്കെ, അതിനുശേഷമാണ്, അതായത് പ്രതികരണവുമില്ല, ഇതിനൊരു പരിഹാരവും ഉണ്ടാകാതെ ആയതോടുകൂടിയാണ് പ്രതിഷേധത്തിലേക്ക് പോയത്. പ്രതികരണവുമില്ല, പരിഹാരവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് 100 കണക്കിന് ചെറുപ്പക്കാരുമായിട്ട് സ്ത്രീകളടക്കം കുഞ്ഞുങ്ങളും കുട്ടികളുമടക്കം നേരെ പുന്നപ്ര ഇലക്ട്രിസിറ്റിയിലേക്ക്, അതുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് പോയത്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നാളുകളിൽ പ്രതിഷേധിക്കുവാൻ കടലോരത്തെ മത്സ്യത്തൊഴിലാളികൾ സംഘടിതരായിട്ട് തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഈ ഹീന നടപടിക്കെതിരെ ഇനിയും സമരരംഗത്തേക്ക് വരാനായിട്ടാണ് തയ്യാറായി. കൊടും ചൂടിൽ ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം, ഉറങ്ങുവാൻ കഴിയുന്നില്ല. എന്തൊരവസ്ഥയാണിത്? ഇതിന് ഭരണമാണോ, ഒരു ഭരണകൂടമാണോ ഇത്? ഈ KSEB എന്ത് അനാസ്ഥയാണ് കാണിക്കുന്നത്? ശരി, ശ്രീ തോബിയാസ്.